ഇന്ന് നമ്മൾ കിഴങ്ങ് വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പത്തിരി, അപ്പം, ഇടിയപ്പം, അതുപോലെ ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നാളികേരമൊക്കെ വറുത്തരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു തക്കാളി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കിഴങ്ങാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങളുടെ കയ്യിൽ പീലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തൊലി പെട്ടെന്ന് അങ്ങ് കളഞ്ഞെടുക്കാം. അങ്ങനെ കിഴങ്ങൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ കുക്കറിനകത്താണ് കറി ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി ഒരെണ്ണം തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം. നമ്മൾ കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള കിഴങ്ങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ ശകലം കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. നമ്മൾ ഇതിനകത്തേക്ക് നാളികേരമൊക്കെ വറുത്തരച്ച് ചേർക്കുന്നതാണ്. അതുകൊണ്ട് മസാലപ്പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. 2 വിസിൽ വരുന്നവരെ വെക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നാളികേരം വറുക്കാനുണ്ട്. ഒരു പാനിനകത്തേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ ശകലം കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ നാളികേരം ഈ പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവരുത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നാളികേരം ചിരവിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ചിരവിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ എല്ലായിടത്തും ഒരുപോലെ അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ചൂടോട് കൂടിയിട്ട് നിങ്ങൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കറിയുടെ തീയൊക്കെ ഓഫാക്കിയിരുന്നു. അതിനകത്തുള്ള പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറന്നിട്ടുള്ളത്. കിഴങ്ങൊക്കെ കണ്ടോ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും തീ ഓണാക്കി കൊടുക്കാം. എന്നിട്ട് കറി വീണ്ടും ഒന്നും കൂടെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കുന്നത്. അരപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി എത്ര ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത കാരണം ഇതിനകത്ത് ഉപ്പിൻ്റെ കുറവുണ്ടാവും. വീണ്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫാക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യം അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഒരുപാട് സമയം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഉള്ളി നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി നമ്മൾ ഉടനെ തന്നെ എടുക്കരുത്.
നമ്മളിത് കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഈ കറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് നാളികേരമൊക്കെ വറുത്തരച്ചത് കാരണം നല്ല ടേസ്റ്റാണ്. ഇതിന് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെച്ചിട്ടുള്ളത്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തവരാണ് എങ്കിൽ ട്രൈ ചെയ്യുക. നമ്മളിതുപോലെ വീണ്ടും ഒന്നും കൂടെ അടച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചേക്കുക. എന്നിട്ട് വേണം കറി എടുക്കാനായിട്ട്. ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമല്ല കേട്ടോ, ചൂടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.